റവയും മുട്ടയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. വളരെ എളുപ്പമാണ്. നമുക്ക് ഈ ഒരു അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം 1 കപ്പ് റവ എടുക്കണം. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് റവ വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാം. ഇനി നമുക്കിതിനെ ഈ ഒരു റവനെ ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ റവ നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചോറാണ്. ഒരു 1/2 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഈ റവയും മുട്ടയും നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുക. ഒട്ടും തന്നെ തരിയില്ലാത്ത വിധത്തിൽ നല്ലവണ്ണം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മാവ് അരച്ചെടുക്കേണ്ടത്. ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാൽ നല്ല കട്ടിയാവാനും പാടില്ല. നമ്മൾ സാധാരണ ദോശക്കല്ല അരച്ചെടുക്കുന്ന മാവ് പോലെ അരച്ചെടുക്കാം. ഇനി ഈ ഒരു അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അരച്ച മാവിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് പൗഡറും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിലാണ് ഈ അപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ 1 മിനിറ്റ് അടച്ചു വെക്കാതെ വേവിച്ചെടുക്കുക. പിന്നീട് നമുക്ക് അടച്ചു വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ മാവിലും തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ നല്ല പഞ്ഞി പോലത്തെ റവ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക. അതുപോലെ നമുക്ക് ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ വേറെ കറിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് പഞ്ചസാരയോ തേങ്ങാപ്പാലോ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു അപ്പമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.